ക്യാൻസർ ബാധിച്ച് അകാലത്തിൽ മരിച്ച 26 വയസ്സുള്ള സഹോദരി പുത്രി സ്നേഹ അന്ന ജോസിൻ്റെ അവസാന കാലത്തെ ആഗ്രഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഷാജി കെ മാത്തൻ്റെ കുറിപ്പ് നൊമ്പരമാകുന്നു. മരിച്ചാൽ പത്രത്തിൽ കൊടുക്കേണ്ട ഫോട്ടോയും ഫ്ലെക്സിൽ വയ്ക്കേണ്ട ഫോട്ടോയും മുൻകൂട്ടി പറഞ്ഞിട്ടാണ് സ്നേഹ യാത്രയായത്. പുതിയ സെറ്റ് ഉടുപ്പിക്കണമെന്നും ചുറ്റും റോസാപ്പൂക്കൾ വേണമെന്നും സ്നേഹ പറഞ്ഞതായി കുറിപ്പിൽ പറയുന്നു. 2 തവണ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടും സ്നേഹയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായില്ല. ഇനി തിരിച്ചു വരില്ലെന്ന് ഉറപ്പായതോടെ സ്നേഹ തൻ്റെ അവസാന ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയായിരുന്നുവെന്നും ഷാജി കുറിപ്പിൽ പറയുന്നു. ആ കുറിപ്പ് ഒന്ന് കേൾക്കാം. ഈ ഫോട്ടോ വേണം പത്രത്തിൽ കൊടുക്കുവാൻ. ഇതെൻ്റെ സ്നേഹമോൾ, എൻ്റെ സഹോദരി ഷീജയുടെ ഒരേയൊരു മകൾ. പേര് പോലെ തന്നെ സ്നേഹവും അച്ചടക്കവും വിനയവുമുള്ളവൾ. 10ാം തരം വരെ പഠനത്തിൽ മെല്ലെ പോക്ക്. പിന്നീടവൾ സ്വപ്നം കാണുവാൻ തുടങ്ങി. 11-12 മികച്ച മാർക്കുകൾ. എഞ്ചിനീയറിംഗ് അവസാന വർഷം എത്തുമ്പോൾ അസുഖബാധിതയായിട്ടും 90% മാർക്ക്. അവളെ പിടികൂടിയ അസുഖം ചെറുതല്ലെന്നറിഞ്ഞിട്ടും അവൾ പുഞ്ചിരിച്ചു. ഗൂഗിളിൽ കയറി മരുന്നുകളും ചികിത്സകളും മനസ്സിലാക്കി അപ്പനോട് പറഞ്ഞു, വസ്തു വിറ്റോ കടം വാങ്ങിയോ എന്നെ ചികിത്സിക്കാമോ, ജോലി കിട്ടുമ്പോൾ ഞാൻ വീട്ടാം. അങ്ങനെ മജ്ജ മാറ്റിവെച്ചു. ശേഷം അവൾ സ്വപ്നം കണ്ട ചെറിയ ജോലിയിൽ കയറി. ചെറുചിരികളുമായി സന്തോഷം പങ്കിട്ട് പോന്നപ്പോൾ 2.5 വർഷത്തിനു ശേഷം അവളെ തേടി വീണ്ടും അതേ അസുഖമെത്തി. ചില ക്യാൻസർ അങ്ങനെയാണ്. രണ്ടാമതും മജ്ജ മാറ്റിവെച്ചു. അവൾക്കായി എല്ലാ ചികിത്സകളും ചെയ്തു. ഇന്നിപ്പോൾ എല്ലാം വിഫലം. ഇനിയും കുറച്ച് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ട്. പത്രത്തിൽ കൊടുക്കേണ്ടതായ ഫോട്ടോ ഇതായിരിക്കണം. ഫ്ലെക്സ് വെക്കുകയാണെങ്കിൽ ഈ ഫോട്ടോ തന്നെ വെക്കണം. പുതിയ സെറ്റ് ഉടുപ്പിക്കണം. ചുറ്റും റോസാപ്പൂക്കൾ വേണം. ഇനി ഞങ്ങൾ ചെയ്തു തീർക്കുവാൻ നിന്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ മാത്രം. ധാരാളം മെസ്സേജുകളും വിളികളും വരുന്നതിനാൽ വ്യക്തമായ ഒരു പോസ്റ്റ് ഇടുകയാണ്. ഫോൺ എടുക്കുവാൻ പലപ്പോഴും കഴിയാറില്ല. ക്ഷമിക്കുക. എഞ്ചിനീയറിംഗ് പഠനം അവസാന വർഷം എത്തിയപ്പോഴാണ് സ്നേഹയുടെ അസുഖം തിരിച്ചറിഞ്ഞത്. രോഗബാധിതയായിട്ടും സ്നേഹ പരീക്ഷയിൽ 90%-ലധികം മാർക്ക് നേടി. വസ്തു വിറ്റോ കടം വാങ്ങിയോ തന്നെ ചികിത്സിക്കാൻ അവൾ വീട്ടുകാരോട് പറഞ്ഞു. ജോലി കിട്ടുമ്പോൾ വീട്ടാമെന്ന ആത്മവിശ്വാസം സ്നേഹയ്ക്കുണ്ടായിരുന്നു. മജ്ജ മാറ്റിവയ്ക്കലിന് ശേഷം ജീവിതം വീണ്ടും പഴയ പോലെയായി. ആഗ്രഹിച്ച ജോലി സ്നേഹ സ്വന്തമാക്കിയെങ്കിലും 2.5 വർഷം കഴിഞ്ഞതോടെ അതേ അസുഖം വീണ്ടും സ്നേഹയെ തേടി വന്നു. രണ്ടാമതും മജ്ജ മാറ്റിവെച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നുച്ചയ്ക്ക് 12:30 പത്തനംതിട്ട ഊന്നുകൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ സംസ്കാരം നടത്തുന്നത്. ഷാജി കെ മാത്തൻ്റെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ്.